ഹായ് ഗായ്സ്. സോ നമ്മൾ ഇന്ന് ഒരു കോൺവോൾ ട്രിപ്പ് പോവാണ്. സോ ഞാനും ഫ്രണ്ടും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കോൺവോൾ ട്രിപ്പ് പോവാണ്. ആൻഡ് ഇപ്പം ടൈം ഓൾമോസ്റ്റ് 8 o'clock. ആൻഡ് പ്രണവയുടെ കാർ ഞങ്ങൾ ഇവിടെ കേംബ്രിഡ്ജ് ഒരു സ്ഥലത്തു നിന്നാണ് കാർ റെൻറ്റിന് എടുക്കുന്നത് വിത്ത് സീറ്റ് കപ്പാസിറ്റി ഓഫ് 8 ബിക്കോസ് വി ആർ എ ഗ്രൂപ്പ് ഓഫ് 8. അപ്പോൾ പ്രണവ് കാർ എടുക്കുന്ന ടൂറോ ആപ്പ് വഴിയാണ് ഞങ്ങൾ കാർ എടുത്തിട്ടുള്ളത് ഫോർ 3 days. ടുഡേ, ടുമോറോ ആൻഡ് സൺഡേ. ടുഡേസ് ഫ്രൈഡേ. അപ്പം ഒരു അടിപൊളി ട്രിപ്പായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം എങ്ങനെയാണെന്ന്. അവിടെ വെതർ പ്രഡിക്ഷൻസ് ഒക്കെ പറയുന്നത് കുറച്ച് മഴയായിരിക്കും എന്നൊക്കെയാണ്, പക്ഷെ അറിയില്ല, നോക്കാം എങ്ങനെയാണെന്ന്. പക്ഷെ ഡെഫിനറ്റ്ലി കുറേ നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കോൺവോൾ. അപ്പം ഞാൻ ഫൈനലി ആ ഡേ എത്തിയിരിക്കുന്നു. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. പിന്നെന്താ, എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു ഓക്സ്ഫോർഡ് ആണ്. നമ്മൾ കേംബ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മുടെ ഫ്രണ്ട്സ് പല സ്ഥലത്തായിട്ടാണ്. സോ നമ്മൾ കേംബ്രിഡ്ജ് ടു കോൺവോൾ വയ ഓക്സ്ഫോർഡ് ദെൻ ബ്രിസ്റ്റൽ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഓക്സ്ഫോർഡ് എത്തുന്നു. വെതർ അത്രയ്ക്കും നമുക്ക് ഫേവറായിട്ടുള്ളൊരു വെതറായിട്ട് തോന്നുന്നില്ല, അറിയില്ല, നോക്കാം. ഇപ്പം മഴ പെയ്യാൻ പോകുന്ന പോലത്തെ ഒരു വെതറാണ്. പക്ഷെ സോഫ ഡ്രൈവിനൊക്കെ ഇത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഇൻറ്റൻഷൻ അതല്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എനിവേ ഇതാണ് നമ്മുടെ വഴി. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മളൊരു 30 minutes ഓക്സ്ഫോർഡ്, പിന്നെ അവിടെ നിന്നൊരു 2 hours മാക്സിമം ടു ബ്രിസ്റ്റൽ. പിന്നെ നമ്മൾ അവിടെ ആയിരിക്കും നമ്മുടെ ലഞ്ച് ബ്രേക്ക്. അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കോൺവോളിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ഓവറോൾ ഒരു പ്ലാൻ പറയാം. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇന്ന് നേരെ ബ്രിസ്റ്റലിൽ നിന്ന് കോൺവോൾ എത്തും. അപ്പം സമയം പോലെ മോസ്റ്റ്ലി ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ കോൺവോൾ എത്തേണ്ടതാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റേ ഞങ്ങൾ എടുത്തിരിക്കുന്നത് പെൻസാൻസിലാണ്. എന്തുകൊണ്ടാണ് പെൻസാൻസിൽ സ്റ്റേ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും പോകാനൊക്കെ എളുപ്പമായിരിക്കും. ആക്സസിബിലിറ്റി നോക്കിയിട്ടാണ്. മോസ്റ്റ് ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഇൻ ആൻഡ് അറൗണ്ട് പെൻസാൻസ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ 2 ദിവസം, ടോട്ടൽ 3 days ആണ് ട്രിപ്പ്. ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. സൺഡേ റിട്ടേൺ ആണ്. അപ്പം സാറ്റർഡേ നാളെ ഫുൾ പെൻസാൻസ് കറങ്ങാൻ. കോൺവോളിൻ്റെ മോസ്റ്റ് ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് അത് വിച്ച് സിറ്റുവേറ്റഡ് ഇൻ പെൻസാൻസ്, അവിടെ കറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെൻസാൻസ് എടുത്തത്. കുറച്ചുകൂടി ചീപ്പർ ഓപ്ഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാറിയൊക്കെ എടുത്താലും കുഴപ്പമില്ലായിരിക്കും സ്റ്റേ. ഞങ്ങൾ എയർബിഎൻബി വഴിയാണ് എടുത്തത്. തിരക്കേടില്ലാത്തൊരു ഡീലിൽ കിട്ടി നമുക്ക് സ്റ്റേ, 8 പേർക്കുള്ള സ്റ്റേ. നമ്മൾ പക്ഷേ ദിവസം നമ്പർ ഓഫ് ഡേയ്സ് കുറവായതുകൊണ്ട് പെൻസാൻസിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെയാണ് അവിടെ തന്നെ എടുത്തത്. സ്റ്റേ ഒക്കെ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്, സീ സൈഡ് തന്നെയാണ്. ലൈക്ക് ബീച്ച് വ്യൂ ഒക്കെ ഉണ്ട് ആസ് പെർ ദ ഫോട്ടോസ്, എയർബിഎൻബി ഫോട്ടോസ്. ബാക്കി ഇനി അവിടെ പോയിട്ട് നോക്കാം. ഇതാണ് ഞങ്ങളുടെ കാർ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, 9 seater ആണ്. സോ ഫ്രണ്ടിലും 3 seat ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഒരു പുതിയൊരു കാര്യമായിട്ട് തോന്നി. കാരണം പണ്ടത്തെ അംബാസിഡർ കാറിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇതിലിരിക്കുമ്പം. കാരണം ഈ സെക്കൻഡ് സീറ്റ് ഡ്രൈവർ സീറ്റുമായിട്ട് വളരെ ക്ലോസ് ആണ്. നമ്മൾ രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇപ്പം നമ്മൾ ഫ്രണ്ടും കൂടി വരും, അപ്പം നമുക്ക് 3 പേർക്കും വളരെ ജോളിയായിട്ട് പോവാം ഫ്രണ്ടിലിരുന്ന്. അങ്ങനെ വിചാരിച്ചു. ആക്ച്വലി ഇത് ഭയങ്കര ഫണ്ണാണ് എന്ന് തോന്നി. ഇത് ഞങ്ങൾ ബ്രിസ്റ്റലിൽ നിന്ന് എല്ലാവരുമായിട്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് ബ്രിസ്റ്റൽ ടു കോൺവോൾ പോകുന്ന വഴിയാണ്. ഭയങ്കര ട്രാഫിക്കാണ്. സോ ട്രാഫിക് നമ്മൾ കുറച്ച് വേറെ വഴി കൂടി കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമായിരുന്നു ഇത്. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് എക്സിറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി ചെറുതായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ഒരു ചെറിയൊരു ബ്രേക്കിന് വേണ്ടിയിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു. സോ ഇത് എക്സിറ്റർ സൈഡാണ്. കോൺവോൾ ഓൾമോസ്റ്റ് എത്തി. ഇതാണ് ഞങ്ങളുടെ കാർ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കോൺവോളിൻ്റെ ചെറിയൊരു മാപ്പാണ്, ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ കണ്ടത്. വഴിക്കുള്ളൊരു ഫ്യൂവൽ സ്റ്റേഷനാണ്. നമ്മളിവിടെ ഫ്യൂവലൊക്കെ
ഫ്യൂലൊക്കെ അടിച്ചു. നല്ല തണുപ്പുണ്ട്. ശരി, നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ ടിൻഡാജൽ ആണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം വഴി നോക്കുവാണ് ടു ടിൻഡാജൽ കാസിൽ. നമ്മളങ്ങനെ ഫൈനലി ടിൻഡാജൽ എത്തിയിരിക്കുവാണ്. സോ ഇത് ഞങ്ങളിപ്പോൾ കാസിൽ തേടിയിട്ടുള്ള യാത്രയാണ്. കാസിൽ 5 അടയ്ക്കും. ഇപ്പം സമയം 6:30 ഒക്കെ ആയി. പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമ്മൾ കുറച്ച് ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വരുവാണ്. ഇത് വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇവിടെ ടിൻഡാജൽ കാസിലും വളരെ കുറേ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള വൺ ഓഫ് ദി സ്പെക്ടാക്കുലർ ഹിസ്റ്റോറിക് സൈറ്റ്സ് ഇൻ ബ്രിട്ടൻ തന്നെയാണ്. അത് ഞാൻ വായിച്ചത് അതിൻ്റെ ഹാഫ് വന്നിട്ട് ലാൻഡിലും ഹാഫ് ടു കോർണിഷ് സീയുമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കുറച്ച് നടക്കാനുണ്ടെന്നാണ് മാപ്സിൽ കാണിച്ചതൊരു 17 മിനിറ്റ്സോളം നടക്കാനുണ്ടെന്നാണ്. നോക്കാം എങ്ങനെയാണെന്ന്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. സോ ഫൈനലി നമ്മളൊരു ഇവിടുത്തെ ഒരു ചാപ്പലിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് പേരറിയില്ല. ടിൻഡാജൽ പാരിഷ് ചേർച്ച് അങ്ങനെ എന്തോ ആണ്. ഫൈനലി നമ്മൾ കുറച്ച് ദൂരം നടന്ന് ടിൻഡാജൽ കാസിലിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് നടക്കാനുണ്ട് സംഭവം. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമ്മൾ അവിടെ നിന്നാണ് നടന്ന് തുടങ്ങിയത്. എന്നിട്ട് നടന്ന് ഇങ്ങടേക്ക് വന്നു. എന്നിട്ട് ആ കാണുന്ന വൈറ്റ് കളറാണ് കാസിലിൻ്റെ കുറച്ച് റിമൈൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് വന്നത്. അപ്പം ആ പോകുന്നതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്, നോ ഡൗട്ട്. നമ്മൾ ട്രിപ്പ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു വാലി പോലെയാണ്. കുറേ വീടുകൾ അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ സീ ആൻഡ് കാസിൽ, റിമൈൻസ് ഓഫ് കാസിൽ. അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. സോ സെറീൻ ആൻഡ് പീസ്ഫുൾ സ്ഥലം. അങ്ങനെ ഞങ്ങൾ കാസിലിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തി. ഇപ്പോൾ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. അവിടുത്തെ റോക്സ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇതൊരു കൈൻഡ് ഓഫ് ക്ലിഫ് പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് താഴേക്ക് പോവാൻ. സോ ആ മുകളിൽ കാണുന്നതാണ് കാസിൽ. നമ്മളിപ്പോൾ താഴെ കുറച്ച് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സ്റ്റേയിൽ നിന്നുള്ള ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ആ ഫ്രണ്ടിൽ കാണുന്നത് ബീച്ചാണ്, കടലാണ്. അവിടെ സാൻഡി ബീച്ചല്ല, ഒരു പെബിൾസ് പോലത്തെ ഒരു സ്റ്റോണാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ കുറേ ആൾക്കാർ സ്വിമ്മൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കോൾഡായിരുന്നു.
സോ ഇതാണ് ഞങ്ങൾ എല്ലാവരും റെഡിയാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. എല്ലാവർക്കും വെയിറ്റ് ചെയ്യുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് ഇത്. നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷനാണ് മിനാക് തിയേറ്റർ. അവിടെ കുറച്ച് എന്തോ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഷോസൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇതും ഭയങ്കര ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഇത് ഞങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കി, അവരുടെ റിഹേഴ്സൽ. ഇത് ഞങ്ങൾ അടുത്തതായിട്ട് എന്തെങ്കിലും റീൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും കൂടി ഒരു അപ്പം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇത്. അതിൻ്റെ ആക്ച്വലി BTS ആണ്. അത്ര നന്നായിട്ട് വന്നില്ല, പക്ഷെ ജസ്റ്റ് ഫണ്ണായിരുന്നു ഫുൾ ആക്ടിവിറ്റി. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അങ്ങനെ രസമായിരുന്നു. പഴയ സ്വപ്നക്കൂടെ സിനിമയിലെ പാട്ടൊക്കെ വെച്ചിട്ട് എന്തൊക്കെ തട്ടിക്കൂട്ടി. കുറേ പേരുണ്ടായിരുന്നുണ്ട്. എല്ലാവരെയും ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറേ ആൾക്കാർ ഷൈയാണ്, പഠിക്കാൻ വയ്യ, സ്റ്റെപ്സൊക്കെ. അങ്ങനെ ഫൈനലി ജസ്റ്റ് ഫൺ ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ ചുമ്മാ നമ്മുടെ കോർ മെമ്മറി ആക്കി വെക്കാൻ ചെയ്തതാണിത്. ഇത് പോത്കുന്നു ബീച്ച് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഇത് കഴിക്കാൻ പോയി. ഇത് കോർണിഷ് ഗോൾഡ് പറഞ്ഞിട്ട് കോർണിഷ് ബിയറാണ്. നെക്സ്റ്റ് ഇതും വേറെ ഒരു ടൈപ്പ് ഓഫ് കോർണിഷ് ഡ്രിങ്കാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി കുടിക്കാനും. പിന്നീട് ഞങ്ങൾ ലാൻഡ്സിൻ്റെ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ അതും കൈൻഡ് ഓഫ് ക്ലിഫാണ്. അതിൻ്റെ അപ്പുറത്ത് അവിടെ കുറേ സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്, ടു ദാറ്റ് ഡയറക്ഷൻ ന്യൂയോർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ലാൻഡ്സിൻ്റെ നിന്ന് ഞങ്ങൾ ഇപ്പം എനിക്ക് ഓർമ്മയില്ല എങ്ങോട്ടോ പോകുന്നൊരു റോഡാണ്. നെക്സ്റ്റ് ഒരു ബീച്ചിലേക്കായിരുന്നു പോയത്. ബീച്ചിൻ്റെ പേര് എനിക്കിപ്പം കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ ബീച്ചിലോട്ട് പോകുന്നൊരു റോഡ് ടൈം ലാപ്സ് എടുത്തതാണ്. പിന്നെ ഇത് ലാൻഡ്സിൻ്റെ തന്നെയുള്ളൊരു ഫാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി. ഒരു സൈഡ് ബീച്ചും സൈഡിലിങ്ങനെ കുറേ ഇതും. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയിട്ടുള്ളൊരിതായിരുന്നു. കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് ലാൻഡ് സെൻറ്ററിൽ തന്നെ കാഴ്ചകളാണ്. സോ എല്ലാ സ്ഥലവും ആക്ച്വലി കൈൻഡ് ഓഫ് സിമിലറാണ്. ലൈക്ക് ബ്ലൂയിഷ് ഗ്രീനിഷ് വാട്ടറും ക്ലിഫ് പോലത്തെ. പക്ഷെ എത്ര കണ്ടാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. കോൺവോളിനെ പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇത് ഞങ്ങളുടെ സ്റ്റേയിൽ നിന്നുള്ള വ്യൂ ഒക്കെയാണ്. ആക്ച്വലി എവിടെയും പോകാതെ സ്റ്റേയിൽ തന്നെ ഇരിക്കാനും സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇത് പിന്നീട് ഇതും ജസ്റ്റ് ഒരു വഴിയാണ്. നമ്മൾ 3rd ഡേ ഞങ്ങൾ സ്റ്റേയിൽ നിന്ന് നേരെ ഞങ്ങളൊരു പോകുന്ന വഴിക്ക് സർഫിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയാണ്. ഇറ്റ് വാസ് റെയിനിങ്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ല രസമായിരുന്നു. ഇത് പെൻസാൻസ് തന്നെയാണ്. ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്ത് സോക്കോൾ ഹൈ സ്ട്രീറ്റിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു സ്റ്റേയിൽ നിന്നുള്ള വിഷ്വൽസും. ഇത് ഹൈ സ്ട്രീറ്റാണ്. ഞങ്ങൾ രാവിലെ വെതർസ്പൂൺസിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അത് കഴിക്കാൻ പോകുന്ന വഴിയാണിത്. ഇതും ലൈക്ക് പെൻസാൻസിൻ്റെ മെയിൻ സ്ഥലം തന്നെയാണ്. നമുക്ക് എവിടെയും പോവാതെ ആ പെൻസാൻസ് സിറ്റി സെൻറ്ററിൽ തന്നെ കറങ്ങാൻ തന്നെ ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ്. अभी गया ना, फिर 2 बजे आ रहा हूँ. 12 बजे की बात नहीं. अच्छा मिस्टर देख रहे हैं. ഇത്
ഇത് കുറച്ച് വിഷ്വൽസാണ്. നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് വിഷ്വൽസ് ഞാൻ റാൻഡമായിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കോൺവോൾ ട്രിപ്പ് ഓവറോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് എന്ന് പറയുന്നത് ഞങ്ങളുടെ സർഫിംഗ് ആക്ടിവിറ്റി തന്നെയായിരുന്നു. എല്ലാവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോണിഷ് സർഫിംഗ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് വന്ന് 2 hours വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് ഞാൻ കൊടുക്കാം. ഈ ബർഗറും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ലാൻഡ്സിൻ്റെ നിന്ന് കഴിച്ചതാണ്. ബർഗറും ഫിഷ് ആൻഡ് ചിപ്സും. ഫിഷ് ആൻഡ് ചിപ്സ് യൂഷ്വലി ഈ ബീച്ച് സ്ഥലം അല്ലെങ്കിൽ കോസ്റ്റൽ സൈഡിൽ നിന്നുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്.